ഇന്ന് നമ്മളുടെ വീഡിയോ സൺഡേയിലെടുത്ത വ്ളോഗാട്ടോ. അപ്പം സൺഡേ എല്ലാ പ്രാവശ്യവും നമ്മൾ കുറച്ച് ലേറ്റായിട്ടേ എഴുന്നേക്കാറുള്ളൂ, കുഞ്ഞിന് പോകണ്ടല്ലോ. പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്, കാരണമുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും നമ്മൾക്ക് ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ അവർ വരുന്നതിൻ്റെ ഒരുക്കവും കാര്യങ്ങളാണ്. അപ്പം പെട്ടെന്ന് ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കണം. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നും ഇല്ല, എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒന്നും റെസിപ്പീൻ്റെ വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് സമയം കിട്ടില്ല. ഒരാൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് റെസിപ്പി വീഡിയോസ് ഒന്നും എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ, അന്നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കുറേ പേരുടെ പരാതിയും പിന്നെ ഒരുപാട് പേരുടെ സംശയങ്ങളും ഒക്കെ തീരുന്ന ഒരു വ്ളോഗായിരിക്കും ഇന്നത്തേത്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് പതിയെ മനസ്സിലാവും. അപ്പോൾ ആ വരുന്ന വ്യക്തികളെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇതാ രാവിലെ തന്നെ നമ്മൾ കാപ്പിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. അപ്പത്തിൻ്റെ മാവ് ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് കലക്കി അതൊന്ന് ചുടാം. അപ്പോൾ കുറച്ച് സോഡാപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാനൊന്ന് കലക്കി എടുക്കുന്നത് തന്നെ. പിന്നെ ഇന്ന് അപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു. ചമ്മന്തി പൊടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴത്തേക്കാണ് നമുക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മിക്സിയുടെ കാര്യം ഒരുപാട് പേരും ചോദിച്ചാലും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചതയ്ക്കുന്ന കാര്യങ്ങൾ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതിനകത്ത് തോന്നിയൊരു കാര്യം അത് മാത്രമേ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുവാണെങ്കിൽ അരഞ്ഞു കിട്ടും, നല്ല രീതിയിൽ അരഞ്ഞു കിട്ടുകയും ചെയ്യും, നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മൾ തേങ്ങയൊക്കെ ചതയ്ക്കാൻ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗം മാത്രം കിടന്ന് ജസ്റ്റ് ഇങ്ങനെ കറങ്ങും, മുകളിലത്തത് അങ്ങോട്ട് വീഴാത്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ് അരയ്ക്കുന്നത്. ഞാനിന്ന് ചമ്മന്തിപ്പൊടി എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അതായത് നമ്മളിങ്ങനെ നമ്മൾ തേങ്ങ ഒന്ന് അരച്ചിട്ട് പിന്നെ കടുവൊക്കെ വറുത്തെടുക്കത്തില്ലേ. പക്ഷേ എനിക്കിത് അങ്ങോട്ട് നല്ല രീതിയിൽ അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് പിന്നെ അങ്ങ് അരച്ചെടുത്തോ. അതുകൊണ്ട് ഞാൻ ഒഴിച്ച ചമ്മന്തിയാണ് എടുത്തത്. അത് നമ്മൾ ചുമന്നിരിക്കത്തില്ലേ, വെള്ള ചമ്മന്തി അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പൊടി ചമ്മന്തിക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചുമന്ന ചമ്മന്തി എടുത്തത്, ഇല്ലെങ്കിൽ ഞാൻ വെള്ള ചമ്മന്തി എടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അപ്പത്തിനോട് അടിപൊളിയാട്ടോ ചമ്മന്തി, ഒഴിച്ച ചമ്മന്തി അടിപൊളിയാണ്. അപ്പോൾ എന്താ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് കുഞ്ഞൻ അപ്പം ചുടാമെന്നും പറഞ്ഞിട്ട് ആളാട്ടോ വന്ന് എനിക്ക് അപ്പമൊക്കെ ചുട്ടായിരുന്നേ. ആദ്യത്തെ ഒഴിച്ചതിനകത്ത് തവി ചെറുതായതുകൊണ്ട് കുഞ്ഞപ്പമായിപ്പോയി. അപ്പം പറയായിരുന്നു എൻ്റെ കുഞ്ഞപ്പമാണെന്നൊക്കെയുള്ള രീതിയിൽ. പിന്നെ മാറാൻ പറഞ്ഞാലും ആൾ മാറത്തില്ല. അതുകൊണ്ട് പിന്നെ എന്നെ വഴക്കൂറിട്ട് ഞാനാണ് ഇന്ന് ചുടുന്നത്, നിനക്ക് മാത്രമേ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പിന്നെ അപ്പമൊക്കെ ചുടുകയാണ്. അങ്ങനെ ആ ഒരു സമയം കൊണ്ട് ഇതാ നമുക്ക് പാത്രങ്ങൾ, ഇന്നലെ കുറേ പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചതൊക്കെ ഇതാ ഇതിനകത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതെല്ലാം കൂടെ എടുത്ത് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുകയാണ്. പിന്നെ ഈ തവിയൊക്കെ എടുത്തത് പണ്ടത്തെ പോലെ തന്നെ ഞാൻ ഈ ഒരു കപ്പിനകത്ത് തന്നെയാണ് ഇട്ട് വെക്കുന്നത്, സ്പൂണും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇനി അവിടുന്ന് മാറ്റണം എന്നും പറഞ്ഞിട്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഇതിന് താഴെ തന്നെ ഒരു ഈ കബോർഡിൽ തന്നെ നമുക്ക് സ്പൂണും പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അന്ന് ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ അതിനകത്ത് നിറയെ അടിയിലൊക്കെ അഴുക്കായിരുന്നു. എനിക്ക് അതുകൊണ്ട് അതിനകത്തോട്ട് വെക്കാൻ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് വെക്കാത്തത്. ഇങ്ങനെ തുടച്ചൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നീട് അതിനകത്ത് ആക്കാമെന്ന് പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഇതാ ഇത് നമ്മൾ അപ്പത്തിനല്ല, അപ്പം ചുട്ട് കഴിഞ്ഞതിന് ശേഷം ചമ്മന്തിക്കുള്ള കടു ഞാൻ പിന്നെ അതിനകത്തോട്ട് തന്നെ വറുത്ത് ചമ്മന്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അന്നേരം തന്നെ ഇളക്കാതെ അടച്ചു വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മണവും ടേസ്റ്റൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കും കേട്ടോ. നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല ടേസ്റ്റും. ചമ്മന്തി ആയാലും എന്ത് സാധനമായാലും നമ്മൾ കടുവറുത്ത് ഒഴിച്ച ഉടനെ നമ്മൾ ഇളക്കാൻ പാടില്ല. പിന്നെ ഇതാ സംഗി ഉണ്ട് കേട്ടോ, നമ്മൾ സംഗി ഇന്ന് പോകുവാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് രാവിലത്തെ ഫുഡ് ആക്കിയതാണ്. അവളിപ്പം ഇറങ്ങും ഫുഡും കഴിച്ചിട്ട്. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനി പച്ചക്കറി അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് അവിയലും പിന്നെ പയർ മെഴുക്കുരട്ടി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീൻ ഇന്നലെ തന്നെ ഞാൻ കഴുകി എല്ലാം വൃത്തിയാക്കി 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതായത് ചൂരയും കിട്ടിയിട്ടുണ്ടായിരുന്നു, നെത്തോലിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിക്കും ഫ്രൈക്കും ഉള്ളത് ഞാൻ കഴുകി ഇന്നലെ തന്നെ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ രാവിലെ ഇത് കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിക്കാതെ പിന്നെ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര സ്മെല്ല്, ഈ ഒരു മീൻ കഴുകുമ്പോൾ സ്മെല്ലിൻ്റെ കാര്യം ഭയങ്കര ഇതാണ്. അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചക്കറിയും ഇന്നലെ അരിഞ്ഞ് വെക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, കുറേ സമയം ആയതുകൊണ്ട് പിന്നെ ഞാനങ്ങ് വിട്ടു. രാവിലെ എഴുന്നേറ്റ് അരിഞ്ഞൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മതിയല്ലോ, ഒരുപാട് പേരൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇതാ പച്ചക്കറിയൊക്കെ അവിയലിനുള്ളത് അരിഞ്ഞെടുത്തു. അരിഞ്ഞുകൊണ്ടൊക്കെ നിന്നപ്പോഴത്തേക്ക് സംഗി പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഇത് അവൾ വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ അടുക്കളയിൽ ജോലിയായിരുന്നല്ലോ. ഞാൻ അവിയലിനുള്ളതൊക്കെ അടുപ്പത്താക്കി ഇരുന്നപ്പോഴത്തേക്കാണ് പെട്ടെന്ന് വിളിച്ചിട്ട് അമ്മയും അച്ഛനെയും കൂടെ അവിടെ വെളിയിൽ വന്ന് നിൽപ്പുണ്ട്. അവർക്ക് എങ്ങോട്ടാണ് കയറി വരണ്ടേന്ന് അറിയത്തില്ല, ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ 2 വ്യക്തികളുടെ യുദ്ധമാണ് ഇതാട്ടോ. കുഞ്ഞൻ്റെ അച്ഛനെയും അമ്മയും ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതിന് മുന്നേയും ഉള്ള വീഡിയോസിനകത്ത് ഇവരെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ആരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ അവരുമായിട്ട് സഹകരിക്കത്തില്ലേ, അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുകൊണ്ടാണോ നിങ്ങൾ അവിടെ പോകാത്ത എന്താണ് റീസൺ? ഞാൻ ഒരുപാട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിന് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, അത്രയും ദൂരം പോകാൻ പറ്റത്തില്ല, നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടും ഇത് തന്നെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും ചോദിക്കും ഇതൊക്കെയാണ്. പിന്നെ എന്താ അവിടെ പോയി നിന്ന് ജോലി ചെയ്താൽ, ഇവിടെ പോയി നിന്ന് ജോലി ചെയ്താൽ, ഇതൊക്കെ നമ്മുടെ സൗകര്യം നോക്കിയല്ലേ ചെയ്യുന്നേ. നമുക്ക് എന്താണ് പറ്റുന്നത് അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് പറയുന്നവർക്ക് അത് പറയാം, നമ്മൾ അനുഭവിക്കുന്നവരൊക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ കുഞ്ഞിനെ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ഇവരിന്ന് ഞങ്ങളുമായിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും അപ്പോൾ രാവിലെ വന്നു. പിന്നെ ഓരോ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചൊക്കെ തരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അമ്മയും കൂടെ പിന്നെ അടുക്കളയിൽ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ അവിയലിനുള്ളത് അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെഴുക്കുവരട്ടിക്കുള്ളതൊക്കെ ഞാനിങ്ങനെ പയർ അരിഞ്ഞെടുക്കുമായിരുന്നു കേട്ടോ. ഇനി പിന്നെ മീൻകറിയും കൂടെ ആക്കണം, പിന്നെ മീൻ ഫ്രൈ ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. അപ്പം അമ്മയ്ക്ക് ഞാൻ പിന്നെ അവിടെ കസേര ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു. ആ ഒരു സമയത്ത് കുഞ്ഞിനും അച്ഛനും കൂടെ റൂമിലേക്ക് ഇരുന്ന് അവരും കാര്യമൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഇത് അവിയലായിട്ടുണ്ടായിരുന്നു. അവിയലായതിന് ശേഷം പിന്നീട് ഞാൻ അത് കുറച്ച് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ ഒരു പാത്രം ഇങ്ങനെ മാറ്റുന്നുണ്ട്. എനിക്ക് മീൻകറി വെക്കാൻ പാത്രമില്ല, ഞാൻ വാങ്ങിച്ചില്ല. അത് പറഞ്ഞപ്പോഴേ എനിക്കിവിടെ എവിടെ ചട്ടി കിട്ടുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഈ ആയത്തിൽ എവിടെയെങ്കിലും ഭാഗത്ത് നല്ല ചട്ടി കിട്ടുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയില്ലപ്പോൾ എവിടെയാണ് കിട്ടുന്നതെന്നൊന്നും. അപ്പം എനിക്കത് നല്ലത് നോക്കി മേടിക്കാനും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഈ ചട്ടിയൊക്കെ നല്ലതിങ്ങനെ കൊട്ടിയൊക്കെ നോക്കിയെടുക്കത്തില്ലേ, അത് ചോർച്ചയൊക്കെ ഉണ്ടോയെന്നോ അങ്ങനെ എന്തൊക്കെയോ, എനിക്കതൊന്നും എനിക്കറിയില്ല. അമ്മ എങ്ങാനും വരുമ്പോഴോ ഇല്ലെങ്കിൽ ഞാൻ ഇനി അഞ്ചലോട്ടെങ്ങാനും പോകുമ്പോഴോ അവിടെ നിന്ന് എങ്ങാനും മാർക്കറ്റിൽ പോയി മേടിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നും ചീനിച്ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഇന്ന് മീൻകറി വെച്ചത്. എല്ലാവരും എന്നെ വഴക്ക് കുറച്ചില്ല, നീ ചട്ടി മേടിക്ക്. ശരിക്കും എനിക്കത് മേടിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് മേടിക്കാത്തത്. പിന്നെ ഇവിടെ എവിടെ കിട്ടുന്നതെന്നൊന്നും എനിക്ക് അറിയില്ല. നല്ല ചട്ടി കിട്ടുന്നിടം അറിയാമെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യുക, ഞാൻ പോയി മേടിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ മെഴുക്കുരട്ടി ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ പാത്രത്തിലോട്ടാക്കി. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. പിന്നെ മീൻകറിയും അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കയ്യോടെ ഞാൻ പിന്നെ അവിടെ ഇവിടെയൊക്കെ തുടയ്ക്കും കേട്ടോ. എന്തെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അഴുക്കായി കിടക്കുന്ന എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അടുപ്പത്താക്കിയതിന് ശേഷം പിന്നീട് കുറച്ച് നേരം സമയമുണ്ടല്ലോ ഒന്ന് വെന്ത് കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് കയ്യോടെ അവിടെ ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിടും. അതാകുമ്പോൾ ഈച്ചയുടെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. ഈച്ച ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഈച്ചയുടെയൊക്കെ ഒരു ശല്യമുണ്ട്. അപ്പോൾ എത്ര തുടച്ചിട്ടാലും ഇങ്ങനെ വരും. അതുകൊണ്ട് ഞാൻ പിന്നെ കൈയോടെ അങ്ങ് തുടച്ചങ്ങിടും. ഇത്തിരി നേരം നമ്മളൊന്ന് തുടയ്ക്കാതെ ഇടാലും പെട്ടെന്ന് കയറി വരും. അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അങ്ങ് ഇടും. പിന്നെ ഇനി ഡെറ്റോളൊക്കെ ഒഴിച്ച് ചിലപ്പോഴൊക്കെ അങ്ങ് തുടച്ചങ്ങ് ഇടും. പിന്നെ നമ്മുടെ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ ഞാൻ ഉണ്ടാക്കുന്നത്, അത് വെച്ച് തുടയ്ക്കുമ്പോൾ വലിയ സീനില്ല കേട്ടോ. അഴുക്കായാലും നല്ല രീതിയിൽ പോയി നല്ല രീതിയിൽ ക്ലീൻ ആവുകയൊക്കെ ചെയ്യും. ഈ ഒരു ടൈലൊക്കെ നല്ല രീതിയിൽ തുടച്ചെടുക്കാനും ഒക്കെ പറ്റും. പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഞാനിങ്ങനെ അരിഞ്ഞ് ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് പുറത്തോട്ട് നമുക്ക് ചെടികൾക്കോ ഒക്കെ ഇട്ട് കൊടുക്കാമെന്നും പറഞ്ഞ് ഈ ഒരു ചേമ്പ് നമ്മൾ തോരൻ വെക്കുന്ന ചേമ്പാട്ടോ. ഇതിന് മുന്നേ നമ്മുടെ വീഡിയോ അവിടുത്തെ വീഡിയോസൊക്കെ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തിരി കൂടി 2-3 ഇലയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഇനി കട്ട് ചെയ്ത് ഒരു തോരനുള്ളത് കാണത്തില്ല. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കോവേൻ്റെ ഇലയൊക്കെ ഇടുമായിരുന്നു. കോവലിൻ്റെ ഇലയൊക്കെ കൂടി ഇട്ടിട്ട് തോരൻ വെക്കുമായിരുന്നു. നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്, ആ തോരൻ കഴിക്കാൻ വേണ്ടി. പിന്നെ ഇത് നമ്മുടെ സിറ്റ് ഔട്ട് കുറച്ച് അഴുക്കായിട്ട് കിടക്കുമായിരുന്നു. അതായത് ഇന്നലെ രാത്രിയിൽ പട്ടി കയറി മേഞ്ഞതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഗേറ്റ് കാണാൻ തുറന്നിടുവാണെങ്കിൽ പട്ടി കയറി വരും. അപ്പോൾ ഇങ്ങനെ അഴുക്കായി കിടക്കും. നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ സിറ്റ് ഔട്ടിൽ പോയി ഇരിക്കും കേട്ടോ. കുഞ്ഞിനൊന്നും ഇല്ലെങ്കിലും കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ ഇരുന്ന് പുറത്തോട്ട് നോക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മളവിടെ പോയി ഇരിക്കുമ്പോൾ ഇങ്ങനെ അഴുക്കായൊക്കെ കിടക്കുമ്പോഴത്തേക്ക് അതും ഇപ്പം എല്ലാവർക്കും ഒരു ഡെങ്കിപ്പനിയും കാര്യങ്ങളൊക്കെ ആണെന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ കൊല്ലത്തൊക്കെ കുറേ പേർക്ക് ഇങ്ങനെ ഡെങ്കിപ്പനിയൊക്കെ ആയിന്നറിയുന്നു. ഈ മഴയും ഈ കൊതുവിൻ്റെയൊക്കെ ശല്യവും ഒക്കെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം.
എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ. അത് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ ഈ ഒരു അടുത്ത പ്രദേശമൊക്കെ ആയെന്നൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് ഇങ്ങോട്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാ അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാ മീൻ ഫ്രൈ ചെയ്തെടുത്തു. നെത്തോലി ആയിരുന്നു കേട്ടോ. ഞാൻ ഒന്നും വെച്ചിരുന്നില്ല, എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. 2 ട്രിപ്പായിട്ട് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മീൻകറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻകറി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ഈ നെത്തോലി ഫ്രൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് പൊട്ടിത്തെറിക്കും കേട്ടോ, നല്ല രീതിയിൽ. എന്തുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത്? ആർക്കെങ്കിലും അറിയുമോ? അറിയെങ്കിലും പറയണം കേട്ടോ. നമ്മൾ മീൻ ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ അതിങ്ങനെ പൊട്ടിത്തെറിക്കും. എണ്ണയല്ല സോറി, വെള്ളത്തിൻ്റെ അംശമൊക്കെ വീഴുവാണെങ്കിൽ അങ്ങനെ ആവുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷേ വെള്ളമൊന്നും പറ്റിയില്ല. ഇത് കുറേ കഴിയുമ്പോഴൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടപ്പോ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുമ്പോൾ എനിക്കാണെങ്കിൽ നല്ല പേടിയാട്ടോ. മുഖത്തോട്ട് തന്നെ വന്ന് വീഴും, നല്ല പൊക്കത്തിന് ഇരിക്കുന്നതുകൊണ്ട്. എന്തായാലും അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. നമ്മൾ പാത്രത്തിലോടൊക്കെ മാറ്റി. അപ്പം നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡ് ഇതൊക്കെയായിരുന്നു കേട്ടോ. മീനൊക്കെയാണ്. നമുക്ക് ചിക്കനും ബീഫും അങ്ങനെയൊന്നും മേടിക്കണ്ടെന്ന് വിചാരിച്ചു, എപ്പോഴും അതൊക്കെയാണല്ലോ. അപ്പോൾ ഇന്ന് മീനൊക്കെ മേടിച്ച് കറി വെക്കാമെന്ന് വെച്ചു. ഇന്നലെ കിട്ടിയത് ഇത് ചൂര മീനേ ഉള്ളായിരുന്നു. അപ്പോൾ അത് കറിയും പിന്നെ ഫ്രൈയും തോരനും മെഴുക്കുരട്ടിയായിരുന്നു. ആദ്യം അച്ഛനും കുഞ്ഞനും കൂടി ഇരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് 3 ചെയറല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് 2നും കൂടെ പിന്നെ ഇരിക്കാം, അവരിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞനും അച്ഛനും കൂടി ഇരുന്നു. കുഞ്ഞൻ പിന്നെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റായിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടെ പിന്നെ അങ്ങ് ഇരുന്നു. ഞങ്ങൾ 2പേരും കൂടെ ഒക്കെ ഫുഡ് കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് നേരം കാര്യം പറഞ്ഞു. പിന്നെ പരിസരങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ഞാനും അമ്മയും കൂടെ അങ്ങോട്ട് ഇറങ്ങി പോയതായിട്ടോ. അത് കഴിഞ്ഞ് അവിടേക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ റോഡിലോട്ടൊക്കെ പോയി നിന്ന് അവിടേക്ക് നിന്ന് കണ്ടിട്ട് ഇനി കയറി വന്നു. പിന്നെ കുറേ നേരം ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നീട് ചായ ഇടാനുള്ള ഒരുക്കമായിരുന്നു കേട്ടോ. ചായ ഇടുന്ന കാര്യം ഓർത്തപ്പോഴാണ് ഞാൻ ഈ പാലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഷേക്ക് അടിക്കാമെന്നും പറഞ്ഞിട്ടായിരുന്നു. പിന്നെ വിചാരിച്ചു 4 മണിക്ക് പോകുന്നതിന് മുന്നായിട്ട് ഷേക്ക് അടിക്കാമെന്നും പറഞ്ഞിട്ട് പിന്നെ ഷേക്ക് ആക്കി കേട്ടോ. ഇത് നമ്മുടെ മറ്റേ ബട്ടർ സ്കോച്ചിൻ്റെ ഷേക്കിൻ്റെ ആണ്. അപ്പം അതും കൂടെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛനും അമ്മയ്ക്കും കൊണ്ട് കൊടുത്തു. നമുക്ക് പിന്നെ കുടിക്കാമെന്ന് വെച്ച് 2 കവർ ഞങ്ങളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനാണെങ്കിൽ തണുപ്പ് കഴിക്കുമ്പോൾ നല്ല ചുമ വരും കേട്ടോ. അതുകൊണ്ട് കുറച്ചേ കുടിച്ചോളൂ. അതുകൊണ്ട് പിന്നെ ഞാനൊരു കോഫിയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ അച്ഛന് കോഫിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെയൊക്കെ പിന്നെ സംസാരിച്ചിരുന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ 1-2 ഉണ്ടായിരുന്നു. കുഞ്ഞിന് എന്തോ ESA കാർഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ പിന്നെ ഒരുങ്ങിയിട്ടൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. ഇതൊക്കെയായിരുന്നു എടുത്തത്. ഇത് വെട്ടം അടിക്കുന്നതുകൊണ്ട് അത്രയും കൂടെ ക്ലിയർ ആവുന്നില്ല. പിന്നെ അവരത് കഴിഞ്ഞിട്ട് പോകാൻ ഇറങ്ങിയായിരുന്നു. അങ്ങനെ പിന്നെ അച്ഛനും അമ്മയും ടാറ്റയ്ക്ക് പറഞ്ഞു, അവർ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ പിന്നെ ഓരോന്ന് എടുത്ത് നോക്കുമായിരുന്നു. ഇതിനകത്ത് എൻ്റെ മൈ ഫേവറേറ്റ് ഐറ്റം ഉണ്ട് കപ്പലണ്ടി മിഠായി. എൻ്റെ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് കപ്പലണ്ടി മിഠായി. അത് ഇപ്പം തൊട്ടല്ലേ, കുഞ്ഞിലെ തൊട്ടേ ഉള്ള ഒരു ഇഷ്ടം തന്നെയാണ്. അത് ഞാൻ എവിടെ പോയാലും വാങ്ങിക്കും. പണ്ടൊക്കെ എനിക്ക് അമ്മയൊക്കെ വരുമ്പോഴും മാമനൊക്കെ വരുന്ന സമയത്ത് എനിക്ക് കപ്പലിൻ്റെ മിഠായി എപ്പോഴും കൊണ്ട് തരുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അങ്ങനെ അത് പൊട്ടിച്ചിട്ട് ഞാനും കുഞ്ഞനും കൂടെ കുറച്ച് കഴിച്ചു കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ് കപ്പലിൻ്റെ മിഠായി കഴിക്കാൻ. എന്നെപ്പോലെ ഇപ്പോഴും ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ സവിത സഞ്ജുവിൻ്റെ സിസ്റ്ററെ വെഡിങ് ആനിവേഴ്സറിയാണ് ജൂലൈ 9 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരുപാട് നാളിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കുറേ മിഠായും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും 2-3 അപ്പോഴേ തന്നെ ഞങ്ങൾ അകത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, സീ യു.